അല്ല, നമ്മുടെ ദേശീയപാതയൊക്കെ വികസിച്ച് നല്ല അടിപൊളിയായിരിക്കുകയാണല്ലോ. ഈ ഡിസംബറോടുകൂടി പണിയൊക്കെ പൂർത്തിയാകുവേ. ഈ കോൺഗ്രസ്സുകാർക്കൊരു സ്വഭാവമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഉള്ള കാര്യം സമ്മതിച്ചു തരാൻ ഇത്തിരി മടിയാണ്. അങ്ങനെ ഒരുപാട് ചർച്ചകളൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പഴയ വേണ്ട, പുതിയൊരു ചർച്ച നമുക്ക് കണ്ടാലോ? എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാൽ രാജിവെക്കണം. ഇപ്പൊ വേണ്ടേ അങ്ങനായി. അതെന്തേലാവട്ടെ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു വികസനം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അടുത്ത ഇലക്ഷൻ ഒന്ന് വന്നോട്ടെ, പിന്നെ കേരളം ഞങ്ങളുടെ ഈ കയ്യിലാ. അവിടെ ഇപ്പോ മുറിവുറുപ്പ് അടിയൊക്കെ എന്തായി? ഒതുങ്ങിയായിരുന്നോ? 3 നേതാക്കൾ ഒന്നിച്ച് ഒരേ സമയം ഒരഭിപ്രായം പറയാറുണ്ടോ നിങ്ങളുടെ പാർട്ടിയില്? എന്നിട്ടാ നിങ്ങൾ ഭരണം പിടിക്കാൻ പോകുന്നത്? താനൊന്ന് പോടോ തമാശിക്കാൻ. നിങ്ങൾ കുറെ അഭിപ്രായക്കാരൊന്നും ഇവിടെ വരണ്ട, ഞങ്ങളുടെ കാര്യം നോക്കാം. ഏടോ, ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് വന്നതുപോലെ ഒരു മാറ്റം, ആ വികസനം വേറെ ആരെങ്കിലും ഭരിച്ചപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല വന്നിട്ടുണ്ടോ? അല്ല, എന്ത് മാറ്റാണാവോ അതിന് മാത്രം ഇവിടെ ഉണ്ടായത്? എന്ത് മാറ്റമാണോ? ഒരൊറ്റ പദ്ധതി കൊണ്ട് കേരളത്തിന്റെ ചായ തന്നെ മാറിയില്ലേ? എന്നിട്ടാ എന്ത് ചായ? ചായ മാറി കോഫിയായി, അല്ലാണ്ട് ഇവിടെ ഒരു മാറ്റവും ഇവിടെ വന്നിട്ടില്ല. നടന്ന വല്ല കാര്യവും പറഞ്ഞു. തനിക്ക് സംശയമുണ്ടോ? കാണിച്ചുതരാം. കാണിച്ചാ ഞാൻ കാണാം. എണ്ണിക്കോ. 1 2 1 2 കാണിക്കും. ഇത് 45 മീറ്ററിൽ സ്ഥലം ഈ നിശ്ചയിക്കുന്ന കാലയളവിൽ നടപ്പിലാക്കാൻ പ്രായോഗികമായി വളരെ വളരെ പ്രയാസമാണ്. എനിക്കും ആഗ്രഹമുണ്ട് 45 മീറ്റർ വീതിയുള്ള റോഡിലൂടെ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് വരണം, തിരുവനന്തപുരത്ത് കാസർഗോഡ് പോകണം എന്നൊക്കെ. പക്ഷേ പ്രായോഗികമായി ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഉമ്മൻചാണ്ടി സർക്കാർ കാലത്ത്? ഇനി ഒരു 15 കൊല്ലം കഴിഞ്ഞാലും നടക്കൂല പോലും. അതാണ് ഈ വെറും 3 കൊല്ലം കൊണ്ട് പൂർത്തിയാകാൻ പോകുന്നത്. അത്ര വലിയ കാര്യമൊന്നുമില്ല. കാശ് ഉണ്ടായിരുന്നെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. കാശ് ആര് തരണമെന്നാ? 5580 കോടി ആണ് കൊണ്ടക്കളഞ്ഞത്. ഗുജറാത്തും മധ്യപ്രദേശും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും വേറൊരു റോഡിന് വേണ്ടി ഇത്ര തുക ചെലവഴിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടും കാര്യമില്ല, മുഖ്യമന്ത്രി രാജിവെക്കണം, അത്ര തന്നെ. അതുകൊണ്ടേ എന്താ പറയാൻ പിന്നെ വൈകുന്നേന്ന് ഓർക്കുമായിരുന്നു. പൈസ കൊണ്ട് കളഞ്ഞതെന്ന് 24 റീച്ചുകളിലായി 45 കിലോമീറ്റർ വീതിയിൽ ഇരുവശത്തും സർവീസ് റോഡുകളാണ് പൂർത്തിയാകാൻ പോകുന്നത്. അങ്ങ് കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം മുക്കോല വരെ. എന്നിട്ട് പൈസ കൊണ്ട് കളഞ്ഞു എന്ന് പോലും. അത് പിന്നെ ഞങ്ങൾ റെഡിയാക്കിയാനേ. ഖജനാവിൽ പണമില്ലാണ്ട് എന്ത് ചെയ്യാനാ? റോഡ് വികസിപ്പിക്കാൻ നോക്കിയ സമയത്ത് ഞങ്ങൾ വേറെ എന്തൊക്കെയോ ചെയ്തു, അത്ര തന്നെ. എന്തോന്ന് ചെയ്തു? എന്താ ചെയ്തതൊന്ന് പറഞ്ഞാട്ടെ. അത് കുറെ ഉണ്ടല്ലോ. കുറെ ഒന്നും വേണ്ടപ്പാ, ഞങ്ങളും കുറെ ഒന്നും ചെയ്തില്ലേലും ചെയ്യൂന്ന് പറയണത് ചെയ്തിരിക്കും. പിന്നെ എന്നാന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളതേ ഞങ്ങൾ ചെയ്യൂന്ന് പറയാറുള്ളൂ. അല്ലാണ്ട് ചിലരെ പോലെ മിന്നണ എക്സ്പ്രസ് ഹൈവേയും ഹൈസ്പീഡ് റെയിലും പോലുള്ള ഫ്ലോപ്പ് ആവണം മോഹ വാഗ്ദാനങ്ങളൊന്നും നമ്മൾ നൽകിയിട്ടില്ലായേ. നിങ്ങളെ അട്ടർ ഫ്ലോ പ്ലാൻ വരെ നടപ്പിലാക്കിയത് നമ്മളല്ലേ? ഓർമ്മ കാണൂലോ അല്ലേ? അത് പിന്നെ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ലാഭമുള്ള കാര്യങ്ങൾ മാത്രല്ലേ. എടോ ഞങ്ങളുടെ ലാഭമല്ല, വികസനം. അതല്ലേ പ്രധാനം, അതല്ലേ വേണ്ടത്. അങ്ങ് വടക്ക് മുതൽ തെക്ക് വരെ ഏറ്റവും സുഗമമായ യാത്ര, അത് പ്രധാനമല്ലെന്നാണോ? അങ്ങനെയല്ല, അതിലും പ്രധാനപ്പെട്ട എത്രയോ കാര്യങ്ങളുണ്ട്. എത്രയോ കാര്യങ്ങൾ ഉണ്ടായിട്ടും ചാനൽ ചർച്ചയിൽ ആദ്യം ഘോരം കയറിയിരുന്ന് പ്രസംഗിച്ചായിരുന്നല്ലോ. നിങ്ങളുടെ TN പ്രതാപൻ നേതാവൊക്കെ വന്നിരുന്ന എന്തെല്ലാം ഡയലോഗായിരുന്നു. നടപ്പിലാക്കാൻ പറ്റൂലെന്ന് കണ്ടപ്പോൾ അതിന് പിന്നെ ഓരോരോ ന്യായങ്ങളായി. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ വേണ്ടാത്തൊന്നും പറയണം. പകരം പലതും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം ചെയ്യാൻ പറ്റുമോ? കുടിശ്ശിക അടക്കാൻ പണമില്ലെന്ന് പറഞ്ഞ് റോഡിലെ കുഴി പോലും അടയ്ക്കാതിരുന്ന ടീംസാ. കേരളത്തിലെ റോഡിലൂടെ വണ്ടി ഓടിച്ച ഏത് റോഡിലെ സൂപ്പറായി പോകാന്ന് നാട്ടുകാർ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നേ. എന്തിന്? നാടകക്കാർ മുതൽ സിനിമാക്കാർ വരെ ട്രോളി. കേട്ടിരുന്നല്ലാതെ കുലുങ്ങിയില്ലല്ലോ. വികസനം വെറും ഡയലോഗിൽ മാത്രമല്ലെന്ന് ഡിസംബറോടെ കേരള ജനത അറിയാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ഇത്ര വലിയ സംഭവമൊന്നുമില്ല. കേരളത്തിൽ ചെയ്ത പോലെ എവിടെയും ദേശീയപാത കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. പിന്നെ അവരൊക്കെ അത് വേണ്ടാന്ന് വെച്ചോണ്ടല്ലേ. പിന്നെ അതൊന്നുമല്ല, റോഡ് വരേണ്ട സ്ഥലം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളം ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാ ഇപ്പൊ ഈ പാത യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. 8-9 മണിക്കൂർ കൊണ്ട് അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റത്തേക്ക് എത്താനൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. നിലവില് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റോഡ് മാർഗം പോകാൻ വേണ്ടിയിട്ട് 17 മണിക്കൂർ എടുക്കും. ദേശീയപാത 66 6 വരിയാകുന്നതോടെ യഥാസമയം 7-8 മണിക്കൂറിനുള്ളിൽ ചുരുങ്ങുന്നത് ഉറപ്പാ. എന്തൊക്കെ പറഞ്ഞാലും ഈ പൈസ കളഞ്ഞ സമയത്ത് എത്ര പാവപ്പെട്ട ജനങ്ങൾക്ക് വണ്ടി മേടിച്ചു കൊടുക്കായിരുന്നു, വീട് വെച്ച് കൊടുക്കായിരുന്നു. ഈ പേരും പറഞ്ഞ് എത്രയൊക്കെ മുക്കായിരുന്നു എന്നല്ലേ.
തടസ്സങ്ങളൊക്കെ പരിഹരിച്ച് പാത നിർമ്മാണം നടത്തിയതിൽ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി വരെ മുഖ്യമന്ത്രിയെ പ്രശംസിച്ചിട്ടുണ്ട്. അറിയാമോ? വീഡിയോ ആയിരിക്കും. ആ മാത്രോ ഈ ദേശീയപാത 66 6 വരെയാകുന്നതോടെ റോഡ് യാത്രികരുടെ ഭീതി സ്വപ്നമായിരുന്ന മലപ്പുറം വളാഞ്ചേരിയിലെ വട്ടപ്പാറ വളവില്ലാതായി. നിങ്ങൾ ഈ കൊച്ചി മെട്രോ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അതാരാ? എന്നാ പറഞ്ഞാലും പറയും ഏതോ കാലത്തൊന്ന് ആക്കി വെച്ചു എന്നും വെച്ച് എത്ര കാലമായി ഞങ്ങൾ ഇത് കേൾക്കുന്നു. പിന്നെ നിങ്ങൾ കുറെ ചെയ്തു വെച്ചേക്കുന്നു. അതെ, കേരളത്തിലെ ബീച്ചുകൾ, കായലുകൾ, ഹിൽ സ്റ്റേഷനുകൾ, സാംസ്കാരിക പൈതൃക കേന്ദ്രം ഉൾപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇനി വിനോദസഞ്ചാരികളെ ഒഴുകും. കൊച്ചി, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ തുറമുഖങ്ങളിലേക്ക് നേരിട്ടുള്ള കണക്ടിവിറ്റി ലോജിസ്റ്റിക് ചെലവ് കുറയ്ക്കും. പോരാത്തതിന് കാർഷിക മേഖലയും അങ്ങ് സെറ്റാകാൻ പോവുക. ചരക്ക് നീക്കം വേഗത്തിലാകുന്നതോടെ കർഷകർക്ക് വിപണികളിലേക്കും വിതരണക്കാരിലേക്കും എളുപ്പത്തിൽ എത്താനും കഴിയും. എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി ഈ കാണിച്ചു വെക്കുന്നതിനൊക്കെ രാജിവെക്കണം. അത്രേ ഉള്ളൂ. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.